ഹലോ, വെൽക്കം ടു വാട്സ് യുവർ സ്റ്റോറി. വിദ്യയാണ്. ഇന്ന് നമ്മളൊരു ഹൈഡ്രാഞ്ചിയ റൂട്ടിങ് വീഡിയോ ആണ്. എളുപ്പത്തിൽ എങ്ങനെ ഹൈഡ്രാഞ്ചിയ റൂട്ട് ചെയ്യാം. രണ്ട് മെത്തേഡാണ് ഞാൻ പറയുന്നത്. സാധാരണ നമ്മൾ കട്ടിങ് എടുത്തിട്ട് റൂട്ടിങ് ഹോമം വെച്ച് മണ്ണിൽ മുളപ്പിക്കുന്നത് എല്ലാവർക്കും അറിയാമല്ലോ. അതല്ലാണ്ടുള്ള രണ്ട് കാര്യങ്ങളാണ് പറയുന്നത്. അപ്പോൾ നമുക്ക് പറയാം അല്ലേ. ഇത് കാണുന്നുണ്ടോ എന്നറിയില്ല, ഈ കല്ല് കാണുന്നുണ്ടോ? ഇതാണ് ഏറ്റവും എളുപ്പം വഴി ഹൈഡ്രാഞ്ചിയ റൂട്ട് ചെയ്യാനായിട്ട്. നമുക്കൊരു പ്രയത്നവുമില്ല. ഞാനിത് ഒരു മെയ് മാസം അവസാനമായപ്പോൾ ഇതിൻ്റെ ബ്രാഞ്ചൊക്കെ വളർന്നു വന്ന സമയത്ത് ഈ താഴേക്കുള്ള ബ്രാഞ്ച് എന്ത് ചെയ്തെന്ന് വെച്ചാൽ മണ്ണിനെ തൊടിച്ച് വെച്ചു. ഓക്കെ, കണ്ടോ? എന്നിട്ട് അത് അതിൻ്റെ മുകളിലേക്ക് മണ്ണം കിട്ടും. എന്നിട്ട് അത് പൊന്തി പോകാണ്ടിരിക്കാൻ വേണ്ടിയിട്ടാണ് ആ കല്ല് വെച്ചേക്കുന്നത്. അവിടെ കല്ല് മാറ്റി വെക്കാം കേട്ടോ നമുക്ക്. ഓഹോ, അതെനിക്ക് മനസ്സിലായില്ല. ഈ സാധനം അല്ലേ? ആ, ഇത് കണ്ട ഇത് രണ്ടും മണ്ണ്. ഇപ്പം നമുക്കിപ്പോൾ ഇത് കണ്ട അവിടെ വരുമെന്ന് ഞാൻ മുറിച്ച് കാണിച്ചു തരാം. അത് മുറിച്ച് കഴിഞ്ഞാൽ യു ക്യാൻ സി വേരുണ്ടോ? ഇപ്പോൾ ദേ ഓഗസ്റ്റ് ആദ്യമായി ഒരു ബ്രാഞ്ച് മണ്ണിലേക്ക് മുട്ടിച്ച് വെച്ചാൽ മതി. ബേസിക് അത് പൊന്തി പോണ്ടിക്കാണ് കല്ല് വെച്ചേക്കുന്നത്. ഇവിടെ വേറെ ഒന്ന് കണ്ട, ഇത് ഞാൻ ഇഷ്ടമാതിരി ചെയ്തിട്ടുണ്ട്. ഇവിടെ ഇപ്പോൾ അതൊക്കെ ഇതൊന്ന് ഇളക്കാൻ പറ്റുന്നില്ലെങ്കിൽ ഒന്ന് പിടിപ്പിച്ച് കൊടുത്താൽ മതി. അതിനിഷ്ടം പോലെ പേരുണ്ട്. അത് കുറേ കൂടി മണ്ണിൽ തൊട്ട് വെക്കണ്ടായിരുന്നു. കണ്ടോ? ഞാൻ ഇനിയും ബാക്കിലൊക്കെ കാണിച്ചു തരാം. കുറേ ചെയ്തിട്ടുണ്ട്. ഇത് ആനബലാണ്, ഇത് ഇൻക്രെഡിബിളാണ്. ഓക്കെ, അപ്പോൾ അതെ ഇവിടെയും വെള്ളമൊക്കെ കടിക്കും. ഇത് കണ്ടോ? ഇവിടെയും കല്ല് വെച്ചിട്ട് പൊന്തി പോന്നതിന് അല്ല, അതിൻ്റെ മുകളിൽ ഇതാ ഓരോന്നാ. അപ്പോൾ ഞാൻ ഒന്ന് ഇടയ്ക്ക് നോക്കട്ടെ. ഓക്കെ, നന്നായിട്ട് പിടിച്ചു. വേറെ ഒരു ബുദ്ധിമുട്ടുമില്ല. നല്ല വേറെ ഇനി ബാക്കിലും ഉണ്ട്. ഇത് ഞാൻ മാറ്റി വെക്കട്ടെ കേട്ടോ. രണ്ട് വെറൈറ്റി മിക്സ് ചെയ്യണ്ട. അതിൻ്റെ ഒരു ഇമ്പ്രൂവ് വേർഷനാണിത്. കുറച്ചുകൂടി വലിയ പൂവും സപ്പോസ്ലി വീഴില്ല എന്ന് പറഞ്ഞു. പക്ഷെ എനിക്ക് ഇതാണ് ഏറ്റവും കൂടുതൽ വീഴുന്നത്. ഒന്നെങ്ങാനും വേര് പിടിച്ചില്ലെങ്കിലോ എന്ന് വെച്ചിട്ട് പലതും ഇങ്ങനെ മണ്ണിൻ്റെ അടിയിൽ മുളച്ച് വെപ്പിച്ചിട്ടുണ്ട്. കണ്ടില്ലേ? അതായത് ശരിക്കും പിടിച്ചു. മണ്ണാണെങ്കിൽ നല്ല ഹാർഡുമാണ്. ഓക്കെ, ഇത് പക്ഷേ ഇത്രയും ഇങ്ങനെ വളർന്നുകൊണ്ട് ഞാൻ അത്ര നിങ്ങൾക്ക് മുറിക്കുന്നില്ല. എൻ്റെ ബേസ് കണ്ടോ? പുറത്തും കൂടി എന്ന് പറഞ്ഞു. നമ്മൾ വേറെ നേർക്ക് പോണ ബ്രാഞ്ചൊന്നും വേണ്ട. ഇതിനൊക്കെ താഴേക്ക് കിടക്കുന്ന ബ്രാഞ്ച് ഉണ്ടാവും. ഇത് പൊന്തിപ്പോയി. അതാണ് ഇത്. അത് എന്നിട്ടും വന്നിട്ടുണ്ട്. ഇത് പൊന്തിയിട്ട് പോലും ഇതിന് വേര് വന്നിട്ടുണ്ട്. ഇത് ഇങ്ങനെ ചെയ്യുന്നത് എന്താ അറിയോ? നമുക്ക് ശരിക്കും പൈസ ലാഭിക്കാം. ബിക്കോസ് നമ്മൾ ഇതിന് എനിക്ക് തോന്നുന്നു ഞാനൊരു 4-5 കൊല്ലം മുന്നേ $30 $35 കൊടുത്ത് വാങ്ങിച്ച ചെടിയാണ് ഈ സാധനം. മറ്റേത് പക്ഷേ ഞാനൊരു സ്റ്റാർട്ടർ പ്ലാന്റായിട്ട് ഒരു കോല് $15 വാങ്ങിച്ചാണ്. ഇത് $35 ആയിരുന്നു ഒരു 4 കൊല്ലം മുന്നേ. ഇപ്പോൾ അതിന് ഈസിലായിട്ടും പൈസ ഉണ്ടാവും. അപ്പോൾ ഇങ്ങനെയാണ് എളുപ്പത്തിൽ നമുക്ക് ഫ്രീ പ്ലാന്റ് കിട്ടുന്നത്. ഇത് ഇവിടെ ഒരെണ്ണം കൂടി ഉണ്ട്. ഇനിയിപ്പോൾ ഇതിൽ വേര് വന്നില്ല. ഞാൻ പൊന്തി പോയിട്ട് വേര് വന്നില്ല. ഞാൻ ഒന്നുകൂടി ഇതാ കല്ലിൽ മുളപ്പിച്ച് വെക്കട്ടെ. എന്നാൽ പിന്നെ എനിക്ക് ഫോളാകുമ്പോഴേക്കും ഒരു കല്ലെടുത്തൊക്കെ മുകളിൽ ഫോളാകുമ്പോഴേക്കും ഇതിന്മേം പിടിച്ചോളും. ഫോളാകുമ്പോൾ മാറ്റി നടാം. അത് കാരണം പൊന്തിപ്പോയി, അതാണ് പറ്റിപ്പോയത്. ഇത്രയും വെയിറ്റ് പൂളായതുകൊണ്ട് ഈ മളിച്ച അതിൻ്റെ മുകളിലേക്ക് എടുത്തിട്ടും മണ്ണാണ് ഇവിടെ മുഴുവൻ മളിച്ച അതിൻ്റെ മുകളിൽ കല്ല് വെച്ചു. അപ്പോൾ ഇനിയിപ്പോൾ മണ്ണ് തൊട്ടിരുന്ന് കഴിഞ്ഞാൽ വന്നോളൂ. ആദ്യത്തെ മെത്തേഡ് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയുന്നൊരു മെത്തേഡാണ്. ഇത് ഞാൻ നേരത്തെ ഹൈഡ്രാഞ്ചിയ പൂവ് വെട്ടി ഇപ്പോൾ ഫ്ലവർ അറേഞ്ച്മെൻറ്റിന് വെട്ടി ഇപ്പോൾ ബാക്കി ഉണ്ടായിരുന്ന കമ്പുകളാണ്. അപ്പോൾ അത് വെറുതെ വേസ്റ്റായി കളയണ്ടെന്ന് വെച്ചിട്ട് ഞാൻ റൂട്ട് ചെയ്യാനിടാണ്. ഇപ്പോൾ നമ്മൾ കമ്പ് നോക്കിക്കഴിഞ്ഞാൽ ഇത് ഇവിടുത്തെ കമ്പ് ഇസ് എൻ ഓൾഡർ ബ്രാഞ്ച്. അപ്പോൾ ഇതിന് നല്ല എന്താണ് ഫൈബറസാണ്, കട്ടിയുള്ള കമ്പാണ്. അപ്പോൾ ഇത് റൂട്ട് ചെയ്യാൻ ബുദ്ധിമുട്ടായിരിക്കും. ഇതിപ്പോൾ നിങ്ങൾ മണ്ണിൽ റൂട്ട് ചെയ്യുകയാണെങ്കിൽ പോലും ഇത് തന്നെയാണ് ഫോളോ ചെയ്യേണ്ടത്. അപ്പോൾ ഈ മൂത്ത കഷ്ണം മാറ്റിയിട്ട് ഈ ചെടിയുടെ കുറച്ചും കൂടി കിളുന്ത് എടുക്കാം. ഓക്കെ, ആൻഡ് ദെൻ നമുക്ക് ഇതിൻ്റെ എനർജി ഇത് ഇവിടെ വാടിയ അമ്മാണ്, അത് ഞാൻ വെറുതെ വെട്ടിക്കളയാം. ഇതിൻ്റെ എനർജി നമുക്ക് വേര് പ്രൊഡക്ഷനിലേക്കാണ് വിടേണ്ടത്. അത് കാരണം നമ്മൾ മാക്സിമം ഇല കുറയ്ക്കാൻ നോക്കും. ഇതിങ്ങനെ വെള്ളത്തിലിട്ടാൽ മതി, മുളയ്ക്കും. ഇറ്റ് വിൽ ടേക്ക് എ ലോങ് ടൈം. നമ്മൾ മണ്ണിൽ വളർത്തുന്നതിനെക്കാട്ടിലും കൂടുതൽ സമയം എടുക്കും. പക്ഷേ ഇറ്റ് വിൽ റൂട്ട്. ഇത് കണ്ടോ? ഇവിടെയും ഇതാണ് മൂത്ത ബ്രാഞ്ച്. ഞാൻ കിളുന്ന ബ്രാഞ്ചാണ് എടുക്കുന്നത്. ഈ ഇല മുഴുവൻ എടുത്ത് കളഞ്ഞു. ഈ കിളുന്ന ബ്രാഞ്ച്. അപ്പോൾ നമ്മൾ റൂട്ട് ചെയ്യാൻ വെള്ളത്തിലിട്ടു.
ഇനിയിപ്പോൾ ഞാൻ ഇതിൻ്റെ അപ്ഡേറ്റ് കുറച്ച് ഞാൻ പോസ്റ്റ് ചെയ്യാം കേട്ടോ. വേണമെങ്കിൽ നമുക്ക് ഇതിൻ്റെ ഇല പകുതിയായിട്ട് മുറിക്കാം. എഗാൻ ഇതും നമ്മൾ മണ്ണിൽ റൂട്ട് ചെയ്യുമ്പോൾ ചെയ്യുന്ന ഒരു കാര്യമാണ്. ബിക്കോസ് അതിൻ്റെ എനർജി ഇലേനെ മെയിൻറ്റെയിൻ ചെയ്യുന്നതിനെക്കാട്ടിലും വേര് മുളപ്പിക്കാൻ വേണ്ടി റീഡിറക്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഇട്ടേക്കുന്നത്. ഈ ഹൈഡ്രാഞ്ച ഞാനിതുപോലെ 2 കൊല്ലം മുന്നേ ഇങ്ങനെ വേര് മുളപ്പിച്ച് നട്ട് ചട്ടിയിലാക്കിയതാണ്. ബട്ട് ഡെഫിനറ്റ്ലി ഇത് പിടിക്കും. ഇത് ആനബൽ പൂവിൻ്റെ സൈസ് കുറവാണ് ബിക്കോസ് ഇത് ചട്ടിയിലാണ് വളരുന്നത്. ഈ ചെടിക്ക് മണ്ണിൽ വളർന്നാലേ മാക്സിമം ഗ്രോത്ത് കിട്ടുകയുള്ളൂ. പൂവിൻ്റെ സൈസ് ചട്ടിയിൽ ഇപ്പോൾ ഞങ്ങൾ മാറുകയാണെങ്കിൽ ഇത് കൊണ്ടുപോകുന്ന രീതിയിൽ വെച്ചിട്ടാണ് വച്ചേക്കുന്നത്. ഇത്ര കുറച്ച് കൊല്ലമായി ഇപ്പോൾ ഇരിക്കുന്നു. ഇത് നമ്മുടെ അല്ല, ഇത് ആനബെല്ലാണ്. കണ്ട ഇവിടം വരെ വേരുണ്ട്. അപ്പോൾ ഇത് മുഴുവൻ മണ്ണിലേക്ക് നടണം ഞാൻ. പിന്നെ വേറൊരു കാര്യം എന്താ വെച്ചാൽ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ വി വോണ്ട് ടു റീഡിറക്റ്റ് എനർജി ടു ദ റൂട്ട്സ്. അപ്പം ഈ പൂവൊക്കെ വെട്ടിക്കണം. ഞാൻ ബേസിക്കലി ഇവിടെ ഇങ്ങനെ വെട്ടാൻ പോവാണ്. ഇത് 3 ഉണ്ട്. ഇതിങ്ങനെ ആയതുകൊണ്ട് ഇങ്ങനെ ഇടും. ഇത് ഇവിടം വരെ വേരിലുകൊണ്ട് ഇത് മൊത്തം ഞാൻ മണ്ണിലേക്ക് ഇടാൻ പോകും. ഒരു വെറൈറ്റി ഒരു ചട്ടിയിലാണ് നടുന്നത്. ഇവിടെ കുറച്ചും കൂടി തടിയൊക്കെ പോകാം. അല്ലെങ്കിൽ ഞാൻ കുറച്ചുകൂടി മണ്ണിടാം. ഇവിടെ ഈ അറ്റം വരെ മണ്ണ് വേണം. ഇപ്പുറത്തെ സൈഡിൽ ഇനിയിപ്പം ഈ ചെരിഞ്ഞ് വളർത്തുന്ന സാധനത്തിൽ ട്രിക്കിയാണ്. ഇത് നിങ്ങൾക്ക് ഡയറക്റ്റ്ലി മണ്ണിലേക്ക് നടാം. പക്ഷേ എനിക്കിപ്പോൾ ഫസ്റ്റ് ഓഫ് ഓൾ ഇവിടെ സ്ഥലമില്ല നടാനായിട്ട്. പിന്നെ വേറെ കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ മണ്ണിലാകുമ്പോൾ ചിലപ്പം നമുക്ക് ശ്രദ്ധിക്കാൻ പറ്റില്ല. കുറച്ച് നാൾ ഇതിനെ ബേബി ചെയ്യണം, എന്നാലേ പറ്റുള്ളൂ. വെള്ളമൊക്കെ കറക്റ്റ് സമയത്ത് ഒഴിച്ചു കൊടുക്കണം, ഇതൊന്ന് പിടിപ്പിച്ചെടുക്കാനായിട്ട്. അത് കഴിഞ്ഞാൽ പിന്നെ യു ആർ ഗുഡ്. ലാസ്റ്റ് വൺ ഇസ് ദിസ്. ഇതിൻ്റെ പൂക്കൾ ഡെഫിനറ്റ്ലി നമ്മൾ മുറിച്ചിടാം, അല്ലെങ്കിൽ ഉള്ള എനർജി മുഴുവൻ അത് വലിയ പൂക്കളല്ലേ. അതാണ് ഇൻക്രെഡിബിൾ. ഇറ്റ്സ് ലൈക്ക് എ ബോൾ ഷേപ്പ്. ഇൻക്രെഡിബിൾ അല്ലല്ല, ഇൻക്രെഡിബിൾ. ഇറ്റ്സ് എ ഹൈബ്രിഡ് അവർ ഉണ്ടാക്കിയത്. പ്രൂവൻ വെന്നസ്. ഇവിടെ ചെറിയ വേരുണ്ട്, അതിലൊന്നും നിങ്ങൾക്ക് കാണാൻ പറ്റുന്നില്ല. ഈ ഹോൾ സെക്ഷനിൽ വേര് വരുന്നുണ്ട്. പിന്നെ ഈ സെക്ഷനിൽ ഇവിടെ കുറച്ച് അടുത്ത് വരും. ഈ സെക്ഷനും ഇത്തിരി മനോഹരം പരിപാടി അങ്ങോട്ടും ഇങ്ങോട്ടും ചെയ്യണം. ബാക്കി മണ്ണെടുത്തോണ്ടട്ടെ. വെറുതെ ഈ ഇലയൊന്നും കളയണ്ടല്ലോ. ഞാൻ ഇലയൊക്കെ ഉള്ളിൽ എടുത്ത് ഇതൊക്കെ പാറായിക്കോളും. എന്തെങ്കിലും മുളക്കണേ മുളക്കട്ടെ. ഓക്കെ, നമ്മൾ രണ്ടും നനച്ചിട്ടുണ്ട്. ഇനിയിപ്പോൾ തണലത്ത് വയ്ക്കുകയാണ്. ഇതൊന്ന് ശരിക്ക് പിടിച്ച് വരുന്നത് വരെ വെയിലത്ത് വെക്കുന്നതിനെക്കാട്ടിലും ഒരു ഷെയ്ഡഡ് ഏരിയയിൽ വെക്കുന്നതാണ് നല്ലത്. ചട്ടിയിൽ അത് ഓവർ വിൻ്ററും ചെയ്തോളും. ഞാൻ ആ ചട്ടി കാണിച്ച പോലെ ഇതിൽ വലിയ ചട്ടിയാണ്. അപ്പോൾ ഇതാകുമ്പം കുറച്ച് എക്സ്ട്രാ മഴിച്ചിടണം വിൻ്ററിൽ. എന്നിട്ട് ഞാൻ ഡ്രൈ ഔട്ട് ചെയ്യണമെന്ന് ശ്രദ്ധിക്കണം വിൻ്ററിൽ. അത് മാത്രമേ ഉള്ളൂ. അല്ലെങ്കിൽ നമുക്ക് വലിയ ചട്ടിയിൽ മാറ്റിക്കഴിഞ്ഞാൽ ഒരു പ്രശ്നവുമില്ല. നിങ്ങൾ നേരെ കണ്ട പോലെ അതൊരു 2 വിൻ്ററായി ചട്ടിയിരിക്കുമ്പോൾ. അപ്പോൾ ഹോപ്പ്ഫുള്ളി ഈ വീഡിയോ ഹെൽപ്ഫുൾ ആണെന്ന് ചോദിക്കുന്നു. അടുത്ത ആഴ്ച വേറെ വീഡിയോ ആയിട്ട് കാണാം കേട്ടോ. താങ്ക് യു ഫോർ വാച്ചിങ്.